ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പുണ്യമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അത് സംബന്ധമായിട്ടുള്ള ഒരു വിശകലനത്തിൽ ബറക്കത്തിന്റെ ചില വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. മുമ്പ് പറഞ്ഞത് ഒരിക്കൽ കൂടി വീണ്ടും പറയുകയാണ്. ആദരണീയമായ എല്ലാത്തിനും ബറക്കത്തുണ്ട്. ആദരണീയമായ ഏതൊരു കാര്യത്തിനും, അത് വ്യക്തികളാവാം, വസ്തുക്കളാവാം, സമയമാവാം, സ്ഥലമാവാം, വാക്കുകളാവാം, ഏതുമാകാം. ആദരണീയമായ എല്ലാത്തിനും അള്ളാഹു നൽകുന്ന ഒരു ഇലാഹിയായ രഹസ്യമാണ് ബറക്കത്ത് എന്നുള്ളത്. മഹാന്മാരായ തസവ്വുഫിന്റെ ഉലമാ അത് സംബന്ധമായിട്ട് പല വ്യാഖ്യാനങ്ങളും പറയുന്നുണ്ട്. ഏതായാലും വിശദാംശങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധമായ ഖുർആനിന്റെ ധാരാളം ആയത്തുകൾ ഇത് സംബന്ധമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അൽ കഹ്ഫ് അധ്യായം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അൽ കഹ്ഫ് അധ്യായത്തിൽ ഒരു നായയുടെ കഥ പറയുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ കൂടിയിട്ടുള്ള ഒരു നായയുടെ കഥ പറയുന്നുണ്ട്. അത് സംബന്ധമായി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിന്റെ 18-ാമത്തെ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകത്ത് വന്നുപോയ മുഫസ്സിരീങ്ങൾ വലിയ ഒരു ചർച്ച തന്നെ കൊണ്ടുവരുന്നുണ്ട്. ബർക്കത്ത് സംബന്ധമായിട്ട് തന്നെയാണ് ചർച്ച. ആയത്ത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വതഹ്സബുഹും അയ്ഖാലാ വഹും റുഖൂദ് വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതശ് ശിമാലി വകൽബുഹും ബാസിതും ദിറാഇഹി ബിൽ വസീദ് لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. അസ്ഹാബുൽ കഹ്ഫ് അവരെ കണ്ടാൽ അവർ ഉണർന്നിരിക്കുന്നവരെ പോലെ തോന്നാം. പക്ഷെ യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുന്നവരായിരുന്നു. ദീർഘമായ ഉറക്കം. ചന്ദ്രമാസ കണക്കനുസരിച്ച് അവർ ഉറങ്ങിയ കാലം 309 വർഷവും നമ്മൾ ഇന്ന് കണക്ക് കൂട്ടുന്ന ജാനുവരി കലണ്ടർ അനുസരിച്ച് അവരുറങ്ങിയ കാലം 300 വർഷവുമാണെന്ന് പരിശുദ്ധ ഖുർആന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഖുർആന്റെ ആയത്തും അങ്ങനെ തന്നെ കൃത്യമായി തന്നെ നമുക്ക് കാണാം. സുദീർഘമായ ഈ ഉറക്കത്തിന്റെ ഇടയിൽ ഒരു ശരീരം, ഒരു മനുഷ്യ ശരീരം മണ്ണിൽ വെച്ച് കിടക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രം മണ്ണോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അപകടകരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അല്ലാഹു വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതശ് ശിമാൽ, കുറെ ദീർഘമായ ഉറക്കത്തിന്റെ നേരമല്ലേ, അപ്പൊ ഇടതുവശവും വലതുവശവും അല്ലാഹു മറിച്ചിട്ട് കൊണ്ടിരുന്നു. ഇവരുടെ നായ വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദി. ജോർദാനിലെ അസ്ഹാബുൽ കഹ്ഫ് അന്ന് അന്തി ഉറങ്ങിയ സുദീർഘമായ ഉറക്കം അവർക്ക് അനുഭവിക്കാൻ പറ്റിയ ആ ഗുഹ, അതിന്റെ മുറ്റത്ത്, ആ ഗുഹയുടെ മുൻഭാഗത്ത് അവരുടെ കൂടെ കൂടിയ ആ നായ അതിന്റെ കൈകൾ വിടർത്തി അത് കാവലിരിക്കുന്ന രൂപത്തിൽ തന്നെ ഇരുന്നു. ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുൽ കഹ്ഫ് അന്ന് ഉറങ്ങുന്ന കാഴ്ച കാണാനെങ്ങാനും അങ്ങോട്ട് എത്തി നോക്കിയിരുന്നുവെങ്കിൽ പെട്ടെന്ന് പേടിച്ചങ്ങ് പിന്നോട്ട് മാറുമായിരുന്നു. അത്രത്തോളം അവരെ ആര് വന്ന് കണ്ടാലും, എൻജലൂസ് പർവ്വതത്തിന്റെ മുകളിൽ ദിക്കിയാനുസ് രാജാവിന്റെ പട്ടാളം അന്വേഷിച്ചു വന്നാൽ തന്നെയും അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ആ രൂപം കണ്ടാൽ ആരും പേടിച്ചു പോകും വിധം ഒരു ഭയം അവരുടെ ചുറ്റും അല്ലാഹു വിതറി അവരെ നിർഭയരാക്കി എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയാണ്. ഇവിടെ വിഷയം ആ നായ ഗുഹയുടെ പുറത്ത് അവർക്ക് കാവൽ ഇരുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. കാരണം നായ അകത്തേക്ക് കയറിയിട്ടില്ല. പരിശുദ്ധമായ ഖുർആന്റെ ഈ ആയത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്തുകൊണ്ട്
മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ പറയുന്നത്, ഈ അസ്ഹാബുൽ കഹഫ് ഉണർന്നവരായ നമുക്ക് തോന്നാം, പക്ഷെ അവർ ഉറങ്ങുന്നവരാ. എന്തങ്ങനെ പറയാൻ കാരണം? അവരുടെ കണ്ണുകൾ തുറന്നായിരുന്നത്, കണ്ണ് തുറന്നു പിടിച്ച് അവർ ഉറങ്ങിയത് എന്നതാണ് അതിന്റെ രഹസ്യം. മാത്രവുമല്ല, അവർ മണ്ണിനോട് ചേർന്ന് ഒട്ടി നിൽക്കുമ്പോൾ ദീർഘമായ നാളുകൾ അവർ ഉറങ്ങേണ്ടി വരുമ്പോൾ മണ്ണ് പച്ച ശരീരവുമായി ബന്ധപ്പെട്ട് നിന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ബന്ധപ്പെട്ടതിന്റെ പേരിൽ പല ജീർണിച്ച അവസ്ഥകളിലും കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു മറിച്ചും തിരിച്ചും ഇട്ടത്. അവരുടെ ഉറക്കം പോലെ തന്നെ ആ നായ ആ ഗുഹയുടെ പുറത്ത് ഉറങ്ങുകയായിരുന്നു എന്ന് മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, ഖാല ഇബ്നു ജുറൈജ് യഹ്റസു അലൈഹിമുൽ ബാബ. ഇബ്നു ജുറൈജ് തങ്ങൾ പറയുന്ന ഒരു ഉദ്ധരണി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ നായ അസ്ഹാബുൽ കഹഫിന് കാവലായി ആ ഗുഹയുടെ വാതിൽക്കൽ കിടക്കുന്നുണ്ടായിരുന്നു. നായയുടെ പ്രകൃതം എന്നുള്ളത് നായ കാവൽ കിടക്കുന്നത് പുറത്തായിരിക്കും എപ്പോഴും. അതാണ് അതിന്റെ ഒരു പ്രകൃതം. അങ്ങനെ കാവൽ കിടക്കുന്ന സമയത്ത് നായ അകത്തേക്ക് കയറാതിരിക്കാനും അവർ കയറ്റാതിരിക്കാനും കാരണമുണ്ട്. അവർ മഹാന്മാർ കിടന്നുറങ്ങുന്നിടത്തേക്ക് നായയുടെ പ്രവേശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നൽ മലായികത്തലാത്തദുഖുലു ബൈതൻ ഫീഹി കൽബുൻ കമാ വറദ ഫി സ്വഹീഹി. സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രശസ്തമായൊരു ഹദീസ് ഉണ്ടല്ലോ, നായ പാർക്കുന്ന ഒരു വീടിന്റെ അകത്ത് ഒരിക്കലും നായ ഉള്ളതിന്റെ പേരിൽ മലക്കുകൾ കയറില്ല എന്ന്. അപ്പൊ അസ്ഹാബുൽ കഹഫ് അവർ പാർക്കുന്ന ഗുഹയ്ക്കകത്തേക്ക് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടി ഈ നായയെ അവർ പുറത്തു നിർത്തിയെന്നാണ്. കൽബഹും ബറക്കത്തുഹും. അസ്ഹാബുൽ കഹഫ് എന്ന മഹാന്മാരായ അള്ളാഹു ആദരിച്ച മഹത്തുക്കളുടെ ബറക്കത്ത് ഇത് ഇബ്നു കസീർ ആണ് കേട്ടോ. ഇബ്നു തീമയുടെ ശിഷ്യൻ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നതാണ്. വശമിലത്ത് കൽബഹും ബറക്കത്തുഹും. ആ മഹാന്മാരായ അസ്ഹാബുൽ കഹഫിന്റെ ബറക്കത്ത് ഈ നായയെ വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അസ്ഹാബുൽ കഹഫിന് ഉറക്കം വരുമ്പോൾ നായക്കും വരും, അവർ തിരിഞ്ഞു കിടക്കുമ്പോൾ നായ തിരിയും. ഇത് അസ്ഹാബുൽ കഹഫിന്റെ കൂടെ കൂടിയ നായയായിരുന്നിട്ടും മഹാന്മാരായ അസ്ഹാബുൽ കഹഫിന്റെ ബറക്കത്ത് അവരെ പ്രാപിച്ചു എന്നാണ് ഇബ്നു കസീർ പറയുന്നത്. വഹാദാ ഫായിദത്തു സുഹബത്തിൽ അഖിയാർ. മഹാന്മാരുടെ കൂടെ കൂടുമ്പോൾ അതിലൂടെ കിട്ടുന്ന പ്രയോജനം അവരുടെ ബറക്കത്താണ്. ഫൈന്നഹു സാറ ലി ഹാദൽ കൽബി. ഈ നായക്കിപ്പം തൊട്ട് ബറക്കത്തപ്പോൾ ഉണ്ടായത്, ഈ നായ ഈ ഭൂമിയിൽ എത്ര കാലം കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെ ചർച്ച ചെയ്യപ്പെടാണ്. അത് ആ നായയുടെ ജീവിതം കൊണ്ടുണ്ടായ ബറക്കത്താണ്. ഫൈനഹു സാറ ലി ഹാദൽ കൽബി ദിക്റും വഖബറും വശഅൻ. ഈ നായ ചരിത്രത്തിന്റെ ഭാഗമായി ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധമായ ഖുർആന്റെ അനർക്ക വചനങ്ങളിലൂടെ പാരായണത്തിലൂടെയും പഠനങ്ങളിലൂടെയും ഈ നായ അതിന്റെ പേരും പ്രശസ്തിയിലും നിലനിൽക്കുന്നതാണ് നായക്ക് കിട്ടിയ ബറക്കത്ത്. അപ്പൊ ബറക്കത്തിന്റെ മാസമായ റജബ് മാസത്തിൽ ബറക്കത്തിന്റെ അടിസ്ഥാനങ്ങളെ പഠിക്കുമ്പോൾ സൂറത്തുൽ കഹഫിന്റെ ഈ ആയത്ത് നമ്മുടെ മുന്നിൽ വളരെ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. ഇനി കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അൻ ജഅഫറിൻ അന്ന ഖാലിദ് ഇബ്നുൽ വലീദ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ പ്രമുഖനാണ്, വലിയ ധീരനാണ്. യുദ്ധപാഠവങ്ങളിൽ മഹാനവറുകളോളം പറയാൻ മറ്റൊരാളെ കണ്ടെത്തൽ പ്രയാസാണ്. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ കാണാം, ഖാലിദ് ഇബ്നു വലീദ് എന്നവർ റളിയല്ലാഹു അൻഹു ഫഖദ ഖലൻസുവതൻ ലഹു യൗമൽ യർമൂക്ക്. യർമൂക്ക് യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു തൊപ്പി, തലയിൽ ചാർത്തുന്ന തുണികൾ വെച്ച് മെടഞ്ഞുണ്ടാക്കിയ ഒരു തൊപ്പി പോലത്തെ ഒരു വസ്ത്രം, തല മറയ്ക്കുന്ന തലപ്പാവ് പോലെ ഒരു തൊപ്പി പോലത്തെ ഒരു വസ്ത്രം, അത് യർമൂക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് നഷ്ടപ്പെട്ടു. മഹാനവറുകൾ പറഞ്ഞു, തുലുബൂഹ, തന്റെ സൈന്യത്തോട് പറഞ്ഞു, വേഗം പോയി ആ തൊപ്പി, എന്റെ തലയിൽ ചാർത്തുന്ന സാധാരണ ഞാൻ യുദ്ധത്തിന് വെക്കാറുള്ള ആ തൊപ്പി അത് എവിടെയാന്ന് വെച്ചാൽ പോയി തപ്പിയെടുത്തു കൊണ്ടുവാ. അങ്ങനെ അവർ എല്ലാവരും അത് അന്വേഷിച്ചിറങ്ങി. ഫലം യജ്ദൂഹ, ആ പരിസരം മുഴുവനും നോക്കി, എവിടെയും അത് കാണാൻ കഴിഞ്ഞില്ല. സുമ്മ തൊലബൂഹ, വീണ്ടും അവർ തേടി നടന്നു, എവിടെയാണ് തൊപ്പി എന്നറിയാൻ വേണ്ടി. ഫവജദൂഹ, അവസാനം അവർക്കത് കിട്ടി. അന്നേരം നോക്കിയപ്പോൾ ഫൈദൻ ഹിയ ഖലൻസുവത്തുൻ ഖൽഖാം,
അതിങ്ങനെ ദ്രവിച്ചിരിക്കുന്ന, കീറി തുന്നം പാടിയ, വളരെ മോശമായ രീതിയിൽ കാണുന്ന ഒരു തൊപ്പിയായിട്ടാണ് സ്വഹാബികൾക്ക് ആ തൊപ്പി കാണാൻ കഴിഞ്ഞത്. ആ സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല, ഈ പഴഞ്ചൻ തൊപ്പി അന്വേഷിച്ചാണോ ഇത്രയും നേരം സമയം കളഞ്ഞത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പഴഞ്ചനല്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത എന്നറിയോ? ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിലെ ഹദീസാണ് പറയുന്നത്. ഖാല ഖാലിദ് ബിൻ വലീദ് ഇഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉംറയുടെ നേരം അവിടുന്ന് ഉംറ കഴിഞ്ഞ് തഹല്ലുലാകുമ്പോൾ തലമുടി വടിക്കണമല്ലോ. അങ്ങനെ അവിടുന്ന് തലമുടി വടിക്കാനിരുന്നപ്പോഴേക്കും വബത്തദറന്നാസു ജവാനിബ ശഅരിഹി, അവിടുത്തെ മുടി താഴെ വീഴുന്നതൊക്കെ സ്വഹാബത്ത് പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റും കൂടി. ആ സമയം ഫസബഖ്തുഹും ഇലാ നാസിയതിഹി, അവിടുത്തെ മുൻഭാഗത്തേക്ക്, നെറ്റിയുടെ ഭാഗത്തേക്ക് ചാഞ്ഞു കിടന്ന മുടി, അത് ആദ്യം കിട്ടിയത് എനിക്കാണ്. എനിക്കത് കിട്ടിയ സമയത്ത് ഫജഅൽതുഹാ ഫി ഹാദിഹിൽ ഖലൻസുവ, ഞാൻ അത് ഈ കീറിത്തുന്നം പാടിയ തൊപ്പിയുടെ അകത്ത് വെച്ച് തുന്നി പിടിപ്പിച്ചു. ഞാനതെടുത്തിട്ട് അത് ഞാൻ ഈ തൊപ്പിയിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ തൊപ്പിയുമായി എവിടെ പോയാലും ഫലം അശ്ഹദ് ഖിതാലം വഹിയ മഈ ഇല്ലാ റുസിഖ്തുൻ നസ്റാ, ഞാൻ ഇത് എവിടെ വെച്ച് പോയാലും എനിക്ക് വിജയമാണ്. ഈ തൊപ്പി വെച്ച് ഇന്നവരെ ഞാൻ അതിനുശേഷം ചെയ്തിട്ടുള്ള സർവ്വ യുദ്ധങ്ങളിലും എനിക്ക് വിജയമാണ്. ഇതൊരു സ്വഹാബിയുടെ വിശ്വാസമാ. ഇതാണ് ബർക്കത്ത്. എന്തുകൊണ്ട്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ കഴിഞ്ഞ് തഹല്ലുലാവാൻ നേരത്ത് അവിടുന്ന് നീക്കം ചെയ്ത ആ മുടിയിൽ ബറക്കത്ത് സ്വഹാബത്ത് വിശ്വസിക്കുകയും അവർ അനുഭവിക്കുകയും ചെയ്തു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ, അത് തർക്കിച്ച് ഇല്ലാതാക്കലാണ് കുറച്ച് ആളുകളുടെ പരിപാടി. അങ്ങനെയൊന്നും അല്ലാതെ നീ കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരിയില് ഒരു ഹദീസ് കാണാം. മസ്ജിദുൽ ഖുബാഇന്റെ സമീപത്ത് ബിഉറുൽ ഖാത്തം എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മസ്ജിദുൽ ഖുബാഇന്റെ ഏതാണ്ട് ആ പരിസരത്ത് ബിഉറുൽ ഖാത്തം, മോതിര കിണർ എന്ന് പറയുന്ന ഒരു കിണർ കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. സ്വഹീഹുൽ ബുഖാരി. എന്താണ് ഈ കിണറിന് മോതിര കിണർ എന്ന് പറയാൻ കാരണം? അതിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പശ്ചാത്തലം പറയുന്നുണ്ട്. ഹദീസ് കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെള്ളിയുടെ മോതിരം പണിതിട്ടുണ്ട്. വകാന ഫീ യദിഹി, അവിടുത്തെ കാലഘട്ടത്തിൽ, അവിടുന്ന് ജീവിച്ചിരുന്ന കാലയളവിൽ അവിടുത്തെ വിരലിൽ ഈ വെള്ളി മോതിരം മിക്കവാറും ഉണ്ടായിരുന്നു. ഇനി കേട്ടോളൂ. ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നീട് ഈ വെള്ളി മോതിരം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. പിന്നീട് മഹാനവറുകളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കയ്യിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലം, അവിടുത്തെ വഫാത്ത് കഴിഞ്ഞ ശേഷം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലായി പിന്നെ ഈ മോതിരം. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യിൽ 6 സിനീൻ, ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, 6 വർഷത്തോളം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യിൽ റസൂലുള്ളാഹി ഉപയോഗിച്ച്, പിന്നെ സിദ്ദീഖ് തങ്ങൾ ഉപയോഗിച്ച്, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച ഈ വെള്ളി മോതിരം ഇപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യിൽ 6 കൊല്ലം പൂർണ്ണമായി. ഹത്താ വഖഅ ബഅദു, 6 കൊല്ലം ഉപയോഗിച്ചു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കയ്യിൽ നിന്ന് ഈ മോതിരം നഷ്ടപ്പെട്ട് എവിടെയാ പോയത്? ഫി ബിഇരി അരീസ, അരീസ ബിഇറു അരീസയിൽ, ബിഇറു അരീസയിൽ, അരീസ എന്ന പേരുള്ള കിണർ, അതിലാണ് ഈ മോതിരം വീണു പോയത്. ആ മോതിരത്തിന്റെ പ്രത്യേകത, അതിന്റെ പീഠഭാഗം, അതിന്റെ ഈ കല്ല് വെക്കുന്ന പീഠഭാഗം, അവിടെ കൊത്തിവച്ചിരിക്കുന്നത് നഖ്ശുഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ആ പീഠഭാഗത്ത് അറബിയിൽ കൊത്തി എഴുതി വെച്ചിരിക്കുക. അതാ കിണറിൽ വീണു, അരീസ് കിണറിൽ വീണുപോയി. മഹാനവറുകൾ അതിൽ വല്ലാതെ ദുഃഖിച്ചു എന്നാ. ഇനി കേട്ടോളൂ, അതിന്റെ വ്യാഖ്യാനം കേട്ടോളൂ. വഖദ് ഇജ്തഹദ 3 അയ്യാമിൻ ഫി ഇസ്തിഖ്റാജിഹി ബികുല്ലി മാ വജദഹു സബീല,
ആ കാലഘട്ടത്തിലെ എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഭരണകർത്താവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണറിൽ വീണുപോയ മോതിരം അത് പുറത്തെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ ഫലം യൽഖഹു, ആ മോതിരം മഹാനവറുകൾ കണ്ടതേ ഇല്ല. മഹാനവറുകൾ ആ മോതിരം കണ്ടിട്ടില്ല. ഇനി കേട്ടോളൂ, ആ മോതിരം കാണാതെ നഷ്ടപ്പെട്ടു പോയി, സങ്കടായി പോയി. ആ മോതിരം പോയ കിണറാണ് പിന്നീട് ബിർ ഐസ് എന്നുള്ള പേര് മാറിയിട്ട് വഹാദിഹിൽ ബിറു സ്വാറത്ത് മഅറൂഫത്തൻ ബിറൽ ഖാത്തം, ബിറുൽ ഖാത്തം, മോതിരം വീണ കിണർ എന്ന ചരിത്രത്തിൽ ഈ കിണർ പിന്നീട് പേര് കേൾക്കുകയും ചെയ്തു. വഹുവ ഖാത്തമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ സഖത ഫിഹാ അയ്യാമ ഉസ്മാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകളുടെ കയ്യിൽ നിന്നും ആ കിണറിൽ ആ മോതിരം പോയി. ഈ സംഭവമാണ്. അങ്ങനെയാണ് സ്വഹാബികളുടെ വിശ്വാസം. എങ്ങനെയായിരുന്നു ഈമാൻ എന്ന് പറഞ്ഞാൽ? അങ്ങനെ ആ സ്വഹാബികളെ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ വിശ്വാസം അതായിരുന്നു. മഹാന്മാരായ സ്വഹാബത്തിനെ കണ്ട് വിശ്വസിക്കാനാണ് നമ്മോട് പറഞ്ഞത്. ഈമാൻ ഹൃദയത്തിൽ കയറണമെങ്കിൽ സ്വഹാബികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കണം, അല്ലാതെ പറ്റൂല. സൂറത്തുൽ ബഖറ കേട്ടോളൂ. വഇദാ ഖീല ലഹും ആമീനൂ കമാ ആമനന്നാസ്, അവരോട് ജനങ്ങൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാൻ പറഞ്ഞാൽ ആരാണ് ഈ ജനങ്ങൾ? അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വ മുഫസ്സിരീങ്ങളും പറഞ്ഞു അസ്ഹാബാണ്, സ്വഹാബികളാണ് മഹാന്മാരായ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾ. അവർ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്ക് എന്ന് പറയപ്പെട്ടാൽ അവർ ചോദിക്കുമത്രേ, ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്ന പോലെ ഞങ്ങൾ വിശ്വസിക്കണോ? മുനാഫിഖീങ്ങളുടെ ചോദ്യമാണത്. അങ്ങനെ ചോദിക്കുമായിരുന്നു അന്ന് പരിശുദ്ധ ഖുർആന്റെ വഹി ഇറങ്ങുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ചോദിക്കുമായിരുന്നു. ഈ കേട്ടോളൂ, മഹാന്മാരായ സ്വഹാബത്തിന്റെ വിശ്വാസം എങ്ങനെയായിരുന്നു? മഹാനായ സ്വഹാബി മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് ബിൻ അബി മഹ്ദൂറ അൻ നബീഹി അൻ ജദ്ദിഹി ഖാല, മഹാനായ സ്വഹാബി ഒരിക്കൽ ഹബീബായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി സുന്നത്തല്ലദാൻ, നബിയെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു സ്വഹാബി കുട്ടിയാണ്, എന്നിട്ട് ചോദിക്കാണ്, നബിയെ എനിക്ക് ബാങ്കിന്റെ വലിയ പ്രായമൊന്നുമില്ലാത്ത സ്വഹാബി, ബാങ്കിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാ എനിക്ക് അങ്ങ് പറഞ്ഞു തട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് ആ സ്വഹാബി ചോദിച്ച് ഇഷ്ടായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമസഹ മുഖദ്ദമ റഅസിഹി, ആ സ്വഹാബിയുടെ തലയുടെ മുകളില്, തലയുടെ മുൻഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് തടവി കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ സ്നേഹത്തോടുകൂടി ഇങ്ങനെ തടവാ. ഞാനിപ്പോ ഇത് ഇങ്ങനെ തടവാ നിന്നതൊക്കെ കഴിക്കേണ്ടി വരും. ഇങ്ങനെ തലമുടിയെ പിടിച്ചിട്ടൊന്ന് തടവി കൊടുത്തു. അങ്ങനെ തലമുടിയിൽ തടവി കൊടുത്തു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബി ചോദിച്ചത്, എനിക്ക് ബാങ്ക് വിളിക്കുമ്പോഴുള്ള സുന്നത്തുകളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്, ഒന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞു തരാട്ടോ എന്ന് പറഞ്ഞിട്ട് ആ തലമുടിയിലൊന്ന് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തു. ആ നെറ്റിയുടെ മുകളിൽ ഇങ്ങനെ തലമുടി നിൽക്കുന്നിടത്ത് പതുക്കെ ഇങ്ങനെ സ്നേഹത്തോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തു. ഇനി കേട്ടോളൂ, ഇനി ബാക്കി കേട്ടോളൂ. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞോടത്തോളം ഇമാം തൊബറാനി അവിടെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. തൊബറാനിയുടെ മറ്റൊരു റിവായത്തിൽ കാണാം, عن صفية بن مجزأة أن أبا محذورة كانت له قصة في مقدم رأسه إذا قعد أرسلها فتبلغ الأرض. ഈ സ്വഹാബി പിൽക്കാലത്ത് ആ തലമുടി ഒന്ന് അഴിച്ചിട്ട് കഴിഞ്ഞാൽ നിലത്ത് മുട്ടുമായിരുന്നു. അതിന്റെ ചരിത്രം അതായിരുന്നു. അപ്പൊ മറ്റുള്ള സ്വഹാബികൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഫഖാലു ലഹു അലാ തഹ്ലിഖുഹാ അല്ലാ തഹ്ലിഖഹ, നിനക്കിതൊന്ന് വെട്ടിക്കളയാൻ പാടില്ലായിരുന്ന എന്ന് പല സ്വഹാബികളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വെട്ടൂല. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ അലൈഹാ ബിയദിഹി, അള്ളാന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ദൈ ഞാൻ വെട്ടാതെ നീട്ടി വളർത്തിയ മുടിയുടെ അന്നത്തെ ആ വളർച്ചയിൽ ഇങ്ങനെ കൈവച്ച് തൊട്ടതാ. റസൂലുള്ളാഹി തൊട്ടത് ഞാൻ വെട്ടൂല. ഫലം അകുല്ലി അഹ്ലിഖഹ, ഞാനത് വെട്ടൂല. ഹത്ത അമൂത്ത, ഞാൻ മരിച്ചാലും വെട്ടൂല. ഇനി കേട്ടോളൂ, ഫലം യഹ്ലിഖഹ, മഹാനവറുകൾ അത് വെട്ടിയിട്ടില്ല. ഫലം യഹ്ലിഖഹ, മഹാനവറുകൾ അത് വെട്ടിയിട്ടില്ല. ഹത്ത മാത്ത, ആ മുടി വെട്ടാതെ ആ മുടിയോടുകൂടെ, റസൂലുള്ളാഹി തൊട്ട ആ മുടിയോടുകൂടെയാണ് ആ സ്വഹാബി മരിച്ച് മറവ് ചെയ്തിട്ടുള്ളത്. സ്വഹാബികളുടെ വിശ്വാസം ബറക്കത്തായിരുന്നു.
റസൂലുള്ളാഹി തൊട്ടതിന് ബറക്കത്തായിരുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 10,000 പ്രാവശ്യം അള്ളാഹുവെ ബറക്കത്ത് ചെയ്യണേന്ന് റജബിൽ ഇങ്ങനെ ചോദിക്കുകയും എന്നിട്ട് നമ്മുടെ വിശ്വാസത്തിൽ ഈമാനിൽ ഈ വക കാര്യങ്ങളൊന്നും ഇല്ലാതെ പരിഷ്കരണ ബോധം മാത്രമുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ റജബിൽ ബറക്കത്ത് കിട്ടൂല. ഇനി കേട്ടോളൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട കയ്യിൽ മുത്തം കൊടുത്തു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട കയ്യ് സ്വഹാബി തൊട്ടു. ആ സ്വഹാബിയെ പിൽക്കാലത്ത് കണ്ടപ്പോ അന്ന് താബിഈങ്ങൾ സ്വഹാബിയുടെ കൈ പിടിച്ചിട്ട് നബിയെ തൊട്ട കൈ ഇതാണോ? അതെ, ആ കൈ മുത്തുമായിരുന്നു. ഹദീസ് കേട്ടോളൂ. ഇമാം തബറാനിയുടെ അൽ മുഅ്ജമുൽ കബീറിൽ ഹദീസ് കാണാം. അതുപോലെ തന്നെ മജ്മുഉ സവാഇദിൽ നമുക്ക് കാണാം. യഹ്യ ഇബ്നു ഹാരിസ് ദിമ്മാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വാസിലത്ത് ഇബ്നുൽ അസ്ഖഇ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയെ ഞാൻ കണ്ടു. യഹ്യ ഇബ്നുൽ ഹാരിസ് ദിമ്മാരി എന്നിവർ പറയുന്നു, ലഖീതു വാസിലത്ത് ഇബ്നുൽ അസ്ഖഇ എന്ന മഹാനായ സ്വഹാബിയെ ഞാൻ ഒരിക്കൽ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ബായഅത ബിയദിക ഹാദിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ വാസിലത്ത് ഇബ്നുൽ അസ്ഖഇ എന്നവരെ, അങ്ങയുടെ ഈ കൈകൊണ്ട് റസൂലുള്ളാഹിനെ തൊട്ടിരുന്നോ? ബൈഅത്തൊക്കെ ചെയ്യുമ്പോ തൊടൂലോ? അവിടുത്തെ മുന്നിൽ എന്തെങ്കിലും കാര്യമൊക്കെ ബൈഅത്ത് ചെയ്ത് പ്രതിജ്ഞ ചെയ്യുമ്പോ കയ്യിൽ പിടിക്കൂലോ? വാസിലത്ത് ഇബ്നു അസ്ഖഇ ആ കയ്യിലേക്ക് നോക്കിട്ട് പറഞ്ഞു, അതേ മോനെ, ഞാൻ ഈ കൈ കൊണ്ട് അള്ളാന്റെ ഹബീബിനെ സ്പർശിച്ചതാണ്. ഖാല നഅം, ഞാൻ ഈ കൈ കൊണ്ട് റസൂലുള്ളാഹിനെ സ്പർശിച്ചതാ. അപ്പോൾ ആ സ്വഹാബിയുടെ കൈ പിടിച്ചുകൊണ്ട് മഹാനായ താബിഈ പറയുകയാണ്, അൽതിനി യദക ഉഖബ്ബിലുഹാ, ആ കൈയൊന്ന് എനിക്ക് തരുമോ? റസൂലുള്ളാഹിനെ തൊട്ട കൈയൊന്ന് ഞാൻ മുത്തട്ടെ, റസൂലുള്ളാഹിനെ തൊട്ട കൈയൊന്ന് ഞാൻ മുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഫഅഅ്താനീഹാ. അങ്ങനെ മഹാനായ വാസിലത്ത് ഇബ്നുൽ അസ്ഖർ പറഞ്ഞു, അത് ശിർക്ക, അങ്ങനെ കൈയൊന്നും മുത്താൻ പാടില്ല. അങ്ങനെ അല്ലട്ടോ പറഞ്ഞത്. അദ്ദേഹം ആ കൈ അങ്ങോട്ട് നീട്ടിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു, നീ അതിൽ ചുംബിച്ചോ. അങ്ങനെ ഫഖബ്ബൽതുഹാ, മഹാനായ വാസിലത്ത് ഇബ്നുൽ അസ്ഖറിന്റെ റസൂലുള്ളാഹിനെ തൊട്ടു എന്ന് പറഞ്ഞ ആ കൈ തൊട്ടയിടത്ത് ഞാൻ അങ്ങ് മുത്താൻ തുടങ്ങി. ഇമാം ബുഖാരി 2 കണ്ണിന് കാഴ്ചയില്ലാത്ത കാലഘട്ടത്തിൽ മഹാനവറുകൾക്ക് 16 വയസ്സ് വരെ മഹാനവറുകൾക്ക് കണ്ണിന് കാഴ്ചയില്ല. മഹാനവറുകൾക്ക് ആ കാലഘട്ടത്തിൽ ഹദീസിന്റെ അന്വേഷണത്തിന്റെ ഇടയിൽ മഹാനവറുകൾക്ക് ഒരിടത്ത് ഹബീബ് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചൊരു പാത്രമുണ്ടെന്നറിയാൻ കഴിഞ്ഞു. അത് സംഘടിപ്പിക്കാനും കഴിഞ്ഞു. മഹാനായ ഇമാം ബുഖാരി ആ പാത്രത്തിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കാണ്. ആ കുടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഹബീബിനെ അത്ര കണ്ട് ഹൃദയത്തിന്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്ന മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ വെള്ളം കുടിക്കുന്ന പാത്രത്തിന്റെ വാവട്ടത്തിലൂടെ മഹാനവറുകൾ ഇങ്ങനെ പിടിച്ച് 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 വന്നപ്പോൾ പ്രവാചക പ്രണയത്തിന്റെ ഒരു വിവേകമുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ടുവെച്ച ആ ഒരു ഇടത്തിലെത്തിയപ്പോൾ ഇമാം ബുഖാരിയുടെ കൈ നിശ്ചലമായി ആ ഭാഗം ചുണ്ടോട് ചേർത്ത് വെച്ച് റസൂലുള്ളാഹി വെള്ളം കുടിച്ചത് ഏത് ഭാഗത്താണ് ചുണ്ടുവെച്ചത്? ആ പാത്രത്തെ വർഷങ്ങൾക്ക് ശേഷം മഹാനവറുകൾ ആ പാത്രത്തെ തലോടി ആ ഭാഗം കണ്ടെത്തി അവിടെ ചുണ്ടുവെച്ച് വെള്ളം കുടിച്ചു എന്നാ ചരിത്രത്തിലുള്ളത്. അപ്പൊ നബിയെ തൊട്ട കൈ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തുള്ളതാ. അത് സ്വഹാബിയുടെ കൈയാണ്. ആ കൈ വാങ്ങിയിട്ട് താബിഈങ്ങൾ മുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വിശ്വാസങ്ങളൊക്കെ പതുക്കെ പതുക്കെ ബർക്കത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ എല്ലാവരിൽ നിന്നും നീങ്ങിക്കൊണ്ടിരിക്കുക. ബർക്കത്തിന്റെ ചിന്തയില്ല. സ്വഹാബത്തിന്റെ വിശ്വാസം കേട്ടുള്ള ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഫഖാല അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖീനാ ഫഖാല ഫയുസ്ഖൂൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറിയ സ്വഹാബിയല്ലല്ലോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിലെ ഏറ്റവും വിവരമുള്ള സ്വഹാബിയാണ്, പ്രമുഖൻ ഖലീഫ. ആ കാലഘട്ടത്തിൽ വെള്ളമില്ലാതെ വരുമ്പോൾ, മഴ കിട്ടാതെ വരുമ്പോൾ മഹാനവറുകൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചക കുടുംബത്തിലെ സയ്യിദ് അവറുകൾ കാരണവരെ കൊണ്ടുവന്ന് ഒരു കസേരയിൽ ഇരുത്തിയിട്ട് ആ കസേരയിൽ മഹാനവറുകൾ ഇരുന്ന് ആമീൻ പറയാ, ഉമർ ഇബ്നുൽ ഖത്താബ് ദുആ ഇറക്ക. അങ്ങനെ മഴ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ആ സംഭവം പറയുമ്പോൾ അന്ന് ദ്വാരക്കുമ്പോൾ മഹാനവറുകൾ പറയും, പടച്ചോനെ ഇതിനു മുമ്പ് ഞങ്ങൾക്കൊരു കാലം ഉണ്ടായിരുന്നത് റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മഴ കിട്ടാതെ വരുമ്പോൾ അവിടുത്തെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ ദ്വാരക്കും. അവിടുന്ന് ആമീൻ പറയാ, അല്ലെങ്കിൽ ആ ദ്വായയിൽ പങ്കെടുക്കുക, അവിടുന്ന് ഉണ്ടായാൽ മതി. ആ സദസ്സിൽ ഞങ്ങൾ ദ്വാ ചെയ്യും, പടച്ചോനെ ഞങ്ങൾക്ക് മഴ വേണമെന്ന്. അന്നൊക്കെ നീ ഞങ്ങൾക്ക് മഴ തന്നു അല്ലാ, അതുകൊണ്ട് ആ ഹബീബ് ഇന്ന് ഞങ്ങളിലില്ല. പിന്നെ ഉള്ളത് അവിടുത്തെ കുടുംബത്തിലെ കാരണവര് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാനെ മുൻനിർത്തിയിട്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് മഴ വേണമല്ല. അനസ് റളിയല്ലാഹു അൻഹു വന്ന ആമീൻ പിടിക്കാൻ വേണ്ടി ആമീൻ പറയാൻ ആ സദസ്സിൽ പങ്കെടുത്ത സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയാണ് ഫയുസ്ഖൗൻ, അവർക്ക് അന്ന് അങ്ങനെ മഴ കിട്ടിക്കൊണ്ടേയിരുന്നു, അവർക്കങ്ങനെ മഴ കിട്ടുമായിരുന്നു. സ്വഹാബികളുടെ വിശ്വാസമാണത്. ബറക്കത്താണ്, ആദരണീയമാണല്ലോ നബി കുടുംബം. ആ നബി കുടുംബത്തിനൊരു ബറക്കത്തുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ബറക്കത്തിനെ പറ്റി പറയാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പഠിച്ചാൽ മതി. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർത്താനുണ്ട്. ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. നമ്മളതിൽ തികച്ചും അശ്രദ്ധയിൽ. ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ബോധവുമില്ല സമൂഹത്തിന്. എന്താണ് ഇന്നത്തെ കാലഘട്ടം? ഒരു മനുഷ്യൻ ഹറാമുകളിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഹറാമുല്ല ഹലാലുല്ല ഒക്കെ ഒരുപോലെ. ആ ഒരു കാലഘട്ടത്തിലൂടെ ഹറാമ് തിരിച്ചറിയാതെ ജീവിക്കുമ്പോൾ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക നമ്മുടേത്. നമ്മളത് അറിയുന്നില്ല. റജബ് വരുന്നത് ഈ ബറക്കത്തുകളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനെ പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ നമുക്കത് അനുഭവിക്കാൻ കഴിയണം. ബറക്കത്തിനെ കുറിച്ചുള്ള അന്വേഷണം വേണം. ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണെന്ന് ബോധ്യമുള്ളത് പരിപൂർണമായും ഒഴിവാക്കണം. മനുഷ്യന്മാർക്ക് ഇന്ന് സമ്പത്തിൽ ഒരു ബറക്കത്തുമില്ല. എത്ര കിട്ടിയിട്ടും കാര്യമില്ല, അവർക്കത് തികയുന്നില്ല. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബറക്കത്ത് നഷ്ടപ്പെടാൻ സമ്പത്ത് പലിശയോട് അലിഞ്ഞു ചേർന്നിരിക്കാം. പലിശയുമായി ബന്ധമില്ലാത്ത ഒരവസ്ഥ എന്നത് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം പലിശയിൽ കുളിച്ചു നിൽക്കുന്നിടത്ത് എങ്ങനെയാ സമ്പത്തിൽ ബറക്കത്തുണ്ടാവുക? ഇബാദത്തിൽ ബറക്കത്തുണ്ടോ? ഇബാദത്ത് ഇങ്ങനെ ചെയ്തു കൂട്ടാ എന്നല്ല. ഇഖ്ലാസ് ഉണ്ടോ? തിന്നുന്ന മുതലൊന്നും ഹലാലല്ല. അങ്ങനെ വരുമ്പോൾ എവിടെയാ ഇബാദത്തിന് ഹൃദയ സാന്നിധ്യം കിട്ടുക? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ വിശുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. വിശുദ്ധി നമുക്ക് നിർബന്ധമാണ്, നമ്മളത് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. തസ്കിയത്ത് നമുക്ക് അനിവാര്യമാണ്. ഈ തസ്കിയത്ത് മഹാന്മാരായ നബിമാർ മുഴുവനും ചോദിച്ച കാര്യമാണ്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചോദിച്ച കാര്യമാണ്. തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധി, ഒരു പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായേ പറ്റൂ. അവയവങ്ങൾ ഹറാമുകളിലേക്ക് പോകുന്നിടത്ത് തടയണം. റജബിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ, വാട്സാപ്പിലും യൂട്യൂബ് കമന്റിലും അല്ലാതെയും കത്തുകളായും നേരിട്ട് പറഞ്ഞവരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരും പലരും പറഞ്ഞ ദുആ വസിയത്തുകൾ പലതുണ്ട്. അല്ലാഹുവേ നീ അവരുടെ എല്ലാം ഹലാലായ മുറാദ് ഹസ്സനാക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് നീ അഭിവൃദ്ധി നൽകുക അല്ലാ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അഭിവൃദ്ധി നൽകുക അല്ലാ. അല്ലാഹുവേ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പരിശുദ്ധമായ ഒരു സദസ്സല്ലേ അല്ലാ, ദുആക്ക് ഇജാബത്തുള്ള ഒരു പരിശുദ്ധമായ സമയമല്ലേ അല്ലാ, നല്ലൊരു മാസമല്ലേ അല്ലാ. പുണ്യമാക്കപ്പെട്ട ഉംറ കർമ്മത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള പലരുമുണ്ട്. ഹജ്ജിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ എളുപ്പമാക്കുക അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്നും സഹോദരനും ഭാര്യയും ഉംറക്ക് പോകുന്ന പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. യാത്ര എളുപ്പമാക്കുക അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, വലിയ വലിയ ആശുപത്രികളിൽ കഴിയുന്ന പലരുടെയും
ട്രീറ്റ്മെന്റ് സംബന്ധമായ വലിയ ബേജാറിൽ പലരും ദുആരക്കാൻ പറഞ്ഞു. ശിഫാ നൽകണേ അല്ലാഹ്. വാടകയ്ക്ക് താമസിക്കുന്ന പലരും വീടുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളുടെ പഠനത്തിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പുണ്യ റജബാണല്ലോ തമ്പുരാനേ. പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്. പല കുടുംബങ്ങളും പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് പരിപൂർണമായ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ആണ്ട് പറഞ്ഞേൽപ്പിച്ച പലരുമുണ്ട്. അവരുടെ മൗതാക്കളുടെ ഖബർ വെളിച്ചമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു വിഹിതം അവിടെ എത്തിക്കണേ അല്ലാഹ്. വീട് പാർക്കലിന്റെ നേരമായി, വീട് പാർക്കലിനോടടുത്ത സമയമായി. കടങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുക. പ്രത്യേകം ദുആ ചെയ്യാൻ, വീട് പണിതതിന്റെ കടം വേഗം തീരാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ആ വീട്ടിൽ കഴിയാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാസി സഹോദരങ്ങൾക്ക് നീ ഖൈർ നൽകുക അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ കുടുംബത്തിന് നീ കാവലാവണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ലഹരി ഉപയോഗത്തിൽ, പരസ്ത്രീ ബന്ധത്തിൽ ഞങ്ങളോ മക്കളോ പെടല്ലേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضلي صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.